ാണ് വിഭജന ഭീതി ദിനാചരണത്തിൽ സർക്കുലർ തിരുത്തി കേരള സർവകലാശാല കോളേജ് വികസന സമിതി വേണോ എന്ന് കോളേജുകൾക്ക് തീരുമാനിക്കാം. വിസിയുടെ നിർദ്ദേശപ്രകാരമാണ് ആദ്യ സർക്കുലർ ഇറക്കിയത്. കോളേജുകൾക്ക് ഇതിൽ ആശയക്കുഴപ്പം ഉണ്ടായി, അതിനാലാണ് സർക്കുലർ തിരുത്തുന്നത് എന്ന് വികസന സമിതി ഡയറക്ടർ പറയുന്നു. മുഖ്യമന്ത്രിയുടെ നിലപാടും ചൂണ്ടിക്കാണിച്ച വികസന സമിതി ഡയറക്ടർ ഡോക്ടർ ബിജു വി പദവി ഒഴിഞ്ഞു. വിസിയുമായുള്ള തർക്കത്തെ തുടർന്നാണ് തീരുമാനം. വിഭജന ഭീതി ദിന സർക്കുലർ തിരുത്തിയത് താൻ അറിയാതെയെന്ന് വൈസ് ചാൻസലർ വ്യക്തമാക്കി. വി അരുണാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, എന്താണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഈ വിഷയത്തിൽ? ഗവർണറുടെ നിർദ്ദേശപ്രകാരം, സർവകലാശാല ചാൻസലറുടെ ഗവർണർ നിർദ്ദേശപ്രകാരം ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനമായി ആചരിക്കാൻ സർവകലാശാലകൾക്ക് അദ്ദേഹം നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കേരള സർവകലാശാല വികസന സമിതി എല്ലാ കോളേജുകൾക്കും ഒരു സർക്കുലർ നൽകി. 14 തീയതി ഇത്തരത്തിൽ വിഭജന ഭീതി ദിനമായി ആചരിക്കണം. അത് ഗവർണറുടെ നിർദ്ദേശപ്രകാരം, ചാൻസലറുടെ നിർദ്ദേശപ്രകാരമാണ് അത്തരമൊരു നടപടി എന്ന എല്ലാ കോളേജുകളെയും അറിയിച്ചു. പക്ഷേ കോളേജുകളിൽ നിന്ന് വലിയ എതിർപ്പ്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ കാര്യമെന്ന് ചോദിച്ചുകൊണ്ടുള്ള കത്തുകളും അതുപോലെ ഫോൺ കോളുകളും ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സർക്കുലർ തിരുത്തുകയാണ് എന്നാണ് ഇപ്പോൾ ഡയറക്ടർ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്, മറ്റു സർക്കുലറുടെ വ്യക്തമാക്കിയത്. ഈ ദിനാചരണം നടത്തണമോ എന്ന് കോളേജുകൾക്ക് തീരുമാനിക്കാം. വലിയ ആശങ്ക പല കോളേജുകളും പ്രകടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ നിലപാട് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വിഭജന ഭീതി ദിനത്തെ എതിരെയുള്ള സംസ്ഥാനത്ത് മുഖ്യ നിലപാടും വ്യക്തമാക്കി. അതുകൂടി ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ സർക്കുലർ തിരുത്തുന്നതെന്ന ഡയറക്ടർ നിലപാടെടുത്തു. എന്നാൽ ഡയറക്ടറുടെ ഈ സർക്കുലർ തന്റെ അറിവോടെയല്ല എന്ന നിലപാടുമായി വി.സി. മോഹനൻ കുന്നുമരം രംഗത്ത് വന്നു. അതോടെയാണ് വിവാദം വീണ്ടും ചൂടുപിടിച്ചത്. ഡയറക്ടർ ഇപ്പോൾ രാജ്യസന്നദ്ധ അറിയിച്ചിട്ടുണ്ട്, അദ്ദേഹം ഒഴിയുകയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് ഈ സർക്കുലറുമായി ബന്ധപ്പെട്ട വിവാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഒഴിയുന്നത്. 14 തീയതിയാണ് ഇത്തരത്തിൽ ആചരിക്കാൻ. വാർത്തയുടെ വിശദാംശങ്ങളാണ് വി അരുൺ നൽകിയത്.